ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവാലുവേഷന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടെസ്റ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇവാലുവേഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തത് ഡിഫറെൻറ്റ് ടെസ്റ്റ് ഐറ്റമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റം ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ. അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഈ സ്ലൈഡിൽ നോക്കാം. റിട്ടൺ ടെസ്റ്റ് ആർ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇവാലുവേഷൻ ടൂൾ. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണ റിട്ടൺ ടെസ്റ്റ് ആണ് അല്ലേ, ഓറൽ ടെസ്റ്റിനേക്കായും അല്ലേ. എ കൺസ്ട്രക്ടർ ഷുഡ് ടേക്ക് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് വൈൽ ഫ്രെയിമിംഗ് ദ ടെസ്റ്റ് ഐറ്റം. ഒരു ടെസ്റ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്നയാൾ ടീച്ചർ ആയിക്കോട്ടെ, വേറൊരു എഡ്യൂക്കേഷണലിസ്റ്റ് ആയിക്കോട്ടെ, എന്തെല്ലാം കാര്യത്തിൽ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതാണ്. ദ ഐറ്റം ഷുഡ് കവർ ദ ഹോൾ റേഞ്ച് ഓഫ് ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ സിലബസ്. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അത്. ദെൻ നോ ഐറ്റം ഷുഡ് ബി സെറ്റ് ഔട്ട്സൈഡ് ദ സിലബസ്. ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ ഐറ്റം ഷുഡ് പ്രൊവൈഡ് ക്ലിയർ ഡയറക്ഷൻ ടു ദ സ്റ്റുഡൻസ് റിഗാർഡിംഗ് ദ സ്കോപ്പ് ആൻഡ് ലെങ്ത് ഓഫ് റെസ്പോൺസസ്. അവർ ഏത് തരത്തിലുള്ള റെസ്പോൺസാണ് തരുന്നത് എന്നുള്ള കാര്യം തരേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ടും സ്റ്റുഡൻസിന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കണം. ദ ലാംഗ്വേജ് ഓഫ് ദ ഐറ്റം ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. അവർക്ക് ലാംഗ്വേജ് കൺഫ്യൂസിങ് ആവരുത്, സിമ്പിളും ക്ലിയറും ആയിരിക്കണം. ഇനിയും കുറേ പോയിൻറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഈ സ്ലൈഡിൽ നോക്കാം. ടെസ്റ്റ് ഐറ്റംസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പിലുണ്ട്. ഫിക്സ്ഡ് റെസ്പോൺസ് ടൈപ്പ് ആൻഡ് ഫ്രീ റെസ്പോൺസ് ടൈപ്പ്. ഫിക്സ്ഡ് റെസ്പോൺസ് ടൈപ്പിൽ എന്തായിരിക്കും, ഒരു ഫിക്സ്ഡ് ആൻസർ ആയിരിക്കും, ഒരു വേർഡ് ആയിരിക്കാം, ഒരു നമ്പർ ആയിരിക്കും, ഒരു ഫിക്സ്ഡ് ആൻസർ ആയിരിക്കും. ബട്ട് ഫ്രീ റെസ്പോൺസ് ടൈപ്പിലോ, അതായത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമുക്ക് പറയും ഷോർട്ട് ആൻസർ ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ എസ് എ ഫോമിൽ കൊടുത്തു. അതെല്ലാം കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് രണ്ടായിട്ട് ബ്രോഡായിട്ട് തിരിക്കാം. അതാണ് ഫിക്സ്ഡ് റെസ്പോൺസ് ടൈപ്പ്. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ യൂഷ്വലി ഫിക്സ്ഡ് റെസ്പോൺസ് ടൈപ്പാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എന്തൊക്കെ വരും? എസ് ഓറിന് വരും. ഒന്നെങ്കിൽ എസ് ആയിരിക്കും, അല്ലെങ്കിൽ ആൻസർ അതിൻ്റെ നോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കാം. അതെല്ലാം ഫിക്സ്ഡ് റെസ്പോൺസ് ടൈപ്പ്. ദെൻ free response type law, that is short answer type questions and essay type questions. Just see that objective type test item. അതിൽ എന്തൊക്കെ വരും? സപ്ലൈ ടൈപ്പ്. സപ്ലൈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആൻസർ കൊടുക്കണം. ചിലപ്പോൾ എന്തായിരിക്കാം, കുറച്ച് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവുക, അതിൽ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ ടൈപ്പ് എന്ന് പറയും നമ്മൾ. അപ്പോൾ സപ്ലൈ ടൈപ്പ് അതിൽ സിമ്പിൾ റീകോൾ ആൻഡ് കംപ്ലീഷൻ ടൈപ്പ്. സെൻറ്റൻസ് കംപ്ലീഷൻ ആവാം, അല്ലെങ്കിൽ ഗീവ് വൺ വേർഡ് ആൻസർ, അതെല്ലാം സിംഗിൾ റീകോൾ ടൈപ്പാണ്. സെലക്ഷൻ ടൈപ്പിൽ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ദ സ്റ്റുഡൻറ്റ് ഹാസ് ടു സെലക്ട് ട്രൂ or false. The word true they can write, otherwise they can write the word false. Otherwise in multiple choice question there are 3 or 5 options. Out of that options, one they have to select. Then match the following. They have to match the items in column A with items in column B. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസിൽ വരുന്നതാണ്. അത് നോക്ക്. ട്രൂ ഓർ ഫോൾസ് ഐറ്റത്തിൽ ട്രൂ ഓർ ഫോൾസ് ഐറ്റം കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൊപ്പോസിഷൻ വിച്ച് ദ എക്സാമിനി മസ്റ്റ് ജഡ്ജ് ആൻഡ് മാർക്ക് അസ് എയ്തർ ട്രൂ ഓർ ഫോൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എയ്തർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഏതെങ്കിലും ഒരു വേർഡായിരിക്കണം എക്സാമിനി ചൂസ് ചെയ്ത് അവിടെ എഴുതേണ്ടത്. അഡ്വാൻറ്റേജസ് ഓഫ് ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഹിയർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ചിൽഡ്രൻ ഹു ഹാവ് വെരി പുവർ വൊക്കാബുലറി. സ്മോൾ ചിൽഡ്രന് അവരുടെ ലാംഗ്വേജ് അത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ട്രൂ ഓർ ഫോൾസ് ഐറ്റം വളരെ യൂസ്ഫുൾ ആയിട്ട് ഇവാലുവേറ്റീവ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ലാർജ് സാമ്പിൾ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ക്യാൻ ബി കവേർഡ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആകുമ്പോൾ എൻറ്റയർ സിലബസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 10 to 20 ആ റേഞ്ചിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എസ് എ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ പറ്റില്ല. എസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലേ. ദെൻ ലിമിറ്റേഷൻസ്. ഹിയർ എക്സാമിനി മേക്സ് ദ ഗെസ്സസ്. ഇവിടെ ഗെസ് ചെയ്യാൻ പറ്റും. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് എഴുതാം. 50% ചാൻസ് ആണ് ശരിയാവാനായിട്ട് അല്ലേ. അതാണ് 50% ചാൻസ്. ആൻഡ് ക്യാൻ ബി അറ്റംപ്റ്റഡ് ബൈ ദോസ് ഹു ഹാസ് നോ നോളജ് ഇൻ ദി സബ്ജക്ട്. ഈ സബ്ജക്റ്റിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കും വേണമെങ്കിൽ എസ് അല്ലെങ്കിൽ ട്രൂ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോൾസ് സെലക്ട് ചെയ്യാം. അപ്പോൾ 50% ചാൻസ് എപ്പോഴും ശരിയാവാനായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ഗുഡ് ട്രൂ ഓർ ഫോൾസ് ഐറ്റം കൺസ്ട്രക്ട് ചെയ്യാനുള്ള സജഷൻസ് നോക്കാം. ഓക്കെ. അവോയ്ഡ് ടെക്സ്റ്റ് ബുക്ക് ലാംഗ്വേജ്. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലത്തെ സെൻറ്റൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതേപോലെ യൂസ് ചെയ്യരുത്. ദെൻ അവോയ്ഡ് ഡബിൾ നെഗറ്റീവ്.
ആയിട്ട് ഉള്ള സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യരുത്. അവോയ്ഡ് ലോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ. ദെൻ അവോയ്ഡ് ആംബിഗ്യസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ടേംസ്. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളതും ക്ലിയർ അല്ലാത്തതുമായിട്ടുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യരുത്. ലിമിറ്റ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ടു എ സിംഗിൾ ഐഡിയ. ഒരു സിംഗിൾ ഐഡിയയാണ് ലിമിറ്റ് ചെയ്തായിരിക്കണം ഒരു ട്രൂ ഓർ ഫോൾസ് ഐറ്റം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത ടെസ്റ്റ് ഐറ്റമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ഐറ്റം. ദീസ് ആർ items presenting 4 or more responses in which one is either correct or definitely better than others. The examinee has to find out this and record it. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ എത്ര ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ 4 to 5 റെസ്പോൺസസ് ഓർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ളത്. അത് എക്സാമിന് കണ്ടുപിടിച്ച് എഴുതണം. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. Multiple choice item consists of two parts. The first part of the item is called stem. അതാണ് അതിൻ്റെ ബേസ് പാർട്ട് അല്ലെങ്കിൽ സ്റ്റെം പാർട്ട് എന്ന് പറയും. പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഓർ ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഉള്ള ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും. അതിനെ നമ്മൾ ബേസിക് പാർട്ട് അല്ലെങ്കിൽ സ്റ്റെം പാർട്ട് എന്ന് പറയും. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഐറ്റം ഈസ് കോൾഡ് ഓപ്ഷൻസ് ഓർ ഓൾട്ടർനേറ്റീവ്സ് ഓർ റെസ്പോൺസസ്. നമ്മൾ 4 to 5 ഓപ്ഷൻസ് കൊടുക്കും, അല്ലെങ്കിൽ ഓപ്ഷൻസ്, ഓൾട്ടർനേറ്റീവ്സ് ഓർ റെസ്പോൺസ് കൊടുക്കും. അതിൽ നിന്ന് ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. എമംഗ് ദ ഓപ്ഷൻസ് വൺ ഈസ് കോൾഡ് കീഡ് റെസ്പോൺസ്. കീഡ് റെസ്പോൺസ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. കീഡ് റെസ്പോൺസ് ആൻഡ് അതേഴ്സ് ആർ കോൾഡ് ഡിസ്ട്രാക്ഷൻസ് ഓർ മിസ്ലീഡ്സ് ഓർ ഡിസ്ട്രാക്റ്റേഴ്സ് ആയിരിക്കും ബാക്കിയുള്ളത്. അതിൽ ഒരെണ്ണം മാത്രത്തിന് നമ്മൾ കീഡ് റെസ്പോൺസ് എന്ന് പറയും. അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. STEM gives the data for the selection of keyed response. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ കീഡ് റെസ്പോൺസ് സെലക്ട് ചെയ്യുന്നത്? സ്റ്റെമ്മിൻ്റെ ബേസിലാണ്. സ്റ്റെമ്മാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെൽ വാസ് ഡിസ്കവേർഡ് ബൈ ഡാഷ്. ഹൂ ഡിസ്കവേർഡ് സെൽ എന്നാണ് അവിടെ എഴുതേണ്ടത് നമ്മൾ. അതിൽ സ്റ്റെം പാർട്ട് ഏതാണ്? സെൽ വാസ് ഡിസ്കവേർഡ് ബൈ. അത്രയാണ് സ്റ്റെം പാർട്ട്. ഓപ്ഷൻസിലായിരിക്കും വീണ്ടും നമ്മൾ 4 or 5 ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എക്സാമിന് എഴുതണം. ഓപ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസസ് എന്തൊക്കെയാണ് ഇതിൽ? റോബർട്ട് ഹുക്ക്, റോബർട്ട് ബ്രൗൺ, MJ ഷീൽഡൻ ആൻഡ് റുഡോൾഫ് വെർഷോ. ഇതിൽ റോബർട്ട് ഹുക്കാണ് കറക്റ്റ് ആൻസർ. അതാണ് കീഡ് റെസ്പോൺസ്. ഓൾ അതേഴ്സ് ആർ ജസ്റ്റ് ഡിസ്ട്രാക്റ്റേഴ്സ്. Then there are some suggestions for the construction of multiple choice question. What are the few suggestions? Avoid copied sentences from the textbook. Each item should have 4 or 5 alternatives. എല്ലാ ഐറ്റത്തിനും 4 or 5 alternatives ഉണ്ടാവണം. അതിൽ നിന്ന് ഒരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ബി ഷുവർ only one correct or best answer is given. കറക്റ്റ് ആൻസറായിട്ട് 2 എണ്ണം കൊടുക്കാൻ പാടില്ല. എപ്പോഴും ഒരെണ്ണമായിരിക്കണം കറക്റ്റ് ആൻസറായിട്ടുള്ളത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ചിങ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ്. ദിസ് ഈസ് എ മോഡിഫൈഡ് വേർഷൻ ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ഐറ്റം. മൾട്ടിപ്പിൾ ചോയ്സിൽ നമ്മളൊരു സ്റ്റെം ഉണ്ടാവും, അതിന് 4 to 5 റെസ്പോൺസ് ഉണ്ടാവും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം. പക്ഷേ ഇത് അതിൻ്റെ ഒരു വേറെ വേർഷനാണെന്ന് പറയാം. ഇത് 2 കോളായിട്ട് കൊടുക്കും. അതിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും മിക്കവാറും അതിൻ്റെ സ്റ്റെം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വരിക. പിന്നെ റെസ്പോൺസസ് എവിടെ ഉണ്ടാവും? റൈറ്റ് ബി കോളത്തിലുണ്ടാവും. ആ റെസ്പോൺസസിൻ്റെ നമ്പർ ക്വസ്റ്റ്യനേക്കായി എപ്പോഴും കൂടുതലായിരിക്കും. അതായത് 5 ക്വസ്റ്റ്യനാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ 7 or 8 റെസ്പോൺസസ് റൈറ്റ് ഹാൻഡ് സൈഡ് കോളത്തിലുണ്ടാകും. അങ്ങനെ. Okay, it consists of 2 parallel columns which each phrase word or number or symbol in one column being matched to a word, phrase or sentence in the other column. The item in the first column is called stem or premises, and item in this other column is called responses or options. ഇത് അപ്പോൾ ഏകദേശം നമുക്ക് പറയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു വേർഷനായിട്ട് ആണ് നമുക്ക് എന്തിനെ കാണാം? മാച്ച് ദ ഫോളോയിങ്ങിനെ കാണാം. സജഷൻ ഫോർ കൺസ്ട്രക്റ്റിംഗ് match the following type questions. Give instruction for how to match very clearly. എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഷുഡ് നോട്ട് ഗീവ് സെയിം നമ്പർ ഓഫ് ഐറ്റം ഇൻ പ്രിമൈസസ് ആൻഡ് ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രിമൈസസിൽ 5 ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ 6 7 8 അതിനേക്കാളും കൂടുതൽ ഉള്ള നമ്പർ ആയിരിക്കണം ഏതിൽ കൊടുക്കും? ഓപ്ഷൻസിൽ കൊടുക്കേണ്ടത്.
ദെൻ ദ ലിസ്റ്റ് ഷുഡ് ബി നെയ്തർ ടു ലോങ് നോർ ടു ഷോർട്ട്. വളരെ ചെറുതും ആയിരിക്കരുത്, ഒത്തിരി ലോങ്ങും ആയിരിക്കരുത്. ഐറ്റംസ് ഇൻ ബോത്ത് ദ കോളം ഷുഡ് ബി റിലേറ്റീവ്ലി ഹോമോജീനിയസ്. ഒരേ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ സെൽ തിയറിയെ പറ്റി പഠിച്ചു, എന്തെങ്കിലും അങ്ങനെ കുറച്ച് ഹോമോജീനിയസ് ആയിട്ടായിരിക്കണം രണ്ട് കോളങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ദെൻ കംപ്ലീറ്റ് ഐറ്റം ഷുഡ് അപ്പിയർ ഓൺ ദ സെയിം പേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് നോട്ട് ബി ക്യാരിഡ് ഓവർ ടു ദ നെക്സ്റ്റ് പേജ്. നമുക്കറിയാം, ഒരു മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ കുറച്ച് പാർട്ട് ഒരു പേജിലും അടുത്ത പേജിലും ആണെങ്കിൽ നമുക്ക് ഒരു എക്സാമിനിക്ക് അത് ആൻസർ ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഒരു സെയിം പേജിലാവാൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ. ഓപ്ഷൻസ് ഷുഡ് ബി ഇൻ സം സോർട്ട് ഓഫ് ലോജിക്കൽ ഓർഡർ. ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ലോജിക്കൽ ഓർഡറിലായിരിക്കണം, ഒരു ഓർഡറും ഇല്ലാതെ ആവരുത്. ഓക്കെ, അങ്ങനെ ഓർഡറിലായിരിക്കണം അത് കൊടുത്തിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിമ്പിൾ റീകോൾ ടൈപ്പ് ടെസ്റ്റ് ഐറ്റം. റീകോൾ ടൈപ്പ് എന്തായിരിക്കും? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. അപ്പോൾ റീകോൾ നമ്മൾ ഒരു വച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിൽ നിന്നോ എന്തെങ്കിലും ഒരു ടേം റീകോൾ ചെയ്തായിരിക്കും അവിടെ നമുക്ക് എഴുതേണ്ടി വരിക. The test requires the respondent to recall a response to a direct question. ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിന് ഒരു വേർഡ് അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിരിക്കാം എക്സാമിന് റീകോൾ ചെയ്ത് അവിടെ എഴുതണം. ഇറ്റ് എലിമിനേറ്റ്സ് ദ ചാൻസ് ഓഫ് ഗസ്സിങ്. ഇവിടെ ഗസ് വർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഹൂ ഡിസ്കവേർഡ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ അതിൽ ഒരു ആളുടെ പേരേ ഉണ്ടാവുള്ളൂ, അത് റീകോൾ ചെയ്താണ് കുട്ടി അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ കംപ്ലീഷൻ ടൈപ്പ് ടെസ്റ്റ് ഐറ്റം. നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്നായിരിക്കാം. അതുപോലെ എ കംപ്ലീഷൻ ടൈപ്പ് ടെസ്റ്റ് ഐറ്റം കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സെൻറ്റൻസസ് ഇൻ വിച്ച് സർട്ടൈൻ വേർഡ്സ് ആർ ഒമിറ്റഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ബ്ലാങ്ക്സ്. അപ്പോൾ കുറച്ച് വേർഡ് അവിടെ ഒമിറ്റ് ചെയ്തേക്കുമായിരിക്കും, അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ആ വേർഡ് എക്സാമിന് കണ്ടുപിടിച്ച് എഴുതുക. The respondents are expected to fill in the blanks with a word, a number or a phrase. The probability of guesswork is completely eliminated. Suggestions before constructing good completion type of test item. എന്തൊക്കെ സജഷനാണ് നല്ലൊരു കംപ്ലീഷൻ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം ഉണ്ടാക്കാനുള്ളത്? അവോയ്ഡ് ബോറോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. അത് എല്ലാത്തിലും നമ്മൾ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെൻറ്റൻസ് ബോറോ ചെയ്യരുത്. അപ്പോൾ കുട്ടികളത് എന്താ പറയുക, റോട്ട് ലേണിംഗ് വഴി കാണാതെ പഠിച്ചെഴുതുന്ന ഒരു രീതിയിലേക്ക് വരും. അവോയ്ഡ് ആംബിഗ്വസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യരുത്. അടുത്തത് ഒമിറ്റ് കീവേഡ്സ് ഓർ ഫ്രേസസ്. പെട്ടെന്ന് ആൻസർ കിട്ടത്തക്ക വിധത്തിലുള്ള കീവേഡ് അവിടെ നമ്മൾ യൂസ് ചെയ്യരുത്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതായിട്ടുള്ള ട്രിവിയൽ ഡീറ്റെയിൽസേ കൊടുക്കാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് പ്രിഫറബിൾ നോട്ട് ടു ബിഗിൻസ് വിത്ത് ബ്ലാങ്ക്. ബ്ലാങ്ക് ആദ്യമായിട്ട് തുടങ്ങാതെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബ്ലാങ്ക് ഇടയിലോ ലാസ്റ്റോ വരുത്താം നമുക്ക്. ദെയർ ഷുഡ് ബി ഓൺലി വൺ കറക്റ്റ് റെസ്പോൺസ് ഫോർ ഈച്ച് ബ്ലാങ്ക്. ദെൻ ബ്ലാങ്ക് ഷുഡ് ബി ഓഫ് യൂണിഫോം ലെങ്ത്. Then what are the advantages of objective type test item? ഇനി ഓവറോൾ എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്സ് ടെസ്റ്റ് ഐറ്റത്തിൻ്റെ അഡ്വാൻറ്റേജാണ് നമ്മൾ പറയുന്നത്. ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, ട്രൂ ഓർ ഫോൾസിൽ പറഞ്ഞു. കാരണം വൊക്കാബുലറി, ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ഒന്നും പൂർത്തിയാവാത്ത കുട്ടികൾക്ക്, യങ് സ്റ്റുഡൻസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയതാണെന്നെല്ലാം പറഞ്ഞു. ഇനി ഓവറോൾ ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റത്തിൻ്റെ അഡ്വാൻറ്റേജാണ് നമ്മളിവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സ്കോർഡ് ഒബ്ജക്റ്റീവ്ലി ആൻഡ് ഈസിലി. ഇത് സ്കോർ ചെയ്യാം, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം, ഒരു ആൻസറേ അതിനുണ്ടാവുള്ളൂ. ദെൻ ദ സ്കോറിംഗ് വിൽ നോട്ട് വേരി ഫ്രം ടൈം ടു ടൈം ആൻഡ് ഫ്രം എക്സാമിനർ ടു എക്സാമിനർ. സ്കോറിംഗ് ക്യാൻ ബി ഡൺ ഈവൻ മെക്കാനിക്കലി. കമ്പ്യൂട്ടർ സ്കോറിംഗ് പറ്റും, മെക്കാനിക്കലായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സമയത്ത് സ്കോർ ചെയ്യുന്ന അതേ സ്കോർ തന്നെയായിരിക്കും ഏത് സമയത്ത് അത് സ്കോർ ചെയ്താലും കിട്ടുന്നത്. ഒരു സബ്ജക്റ്റിവിറ്റി ഇതിലുണ്ടാവുമല്ലോ. ഒരു എക്സാമിനർ അല്ല, എത്ര എക്സാമിനർ സ്കോർ ചെയ്താലും ഒരേ മാർക്കായിരിക്കും ഇവിടെ കിട്ടുക. ഇറ്റ് ഈസ് വെരി ഗുഡ് ടൂൾ ഫോർ എൻഷുറിങ് ദ കവറേജ്. നമ്മൾ പറഞ്ഞു സിലബസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്തും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് സിലബസ് കവറേജിനും ഇത് നല്ലതാണ്. എ ലാർജ് എമൗണ്ട് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ ക്യാൻ ബി ടെസ്റ്റഡ് ഇൻ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കൂടുതൽ ടോപ്പിക്സ് അല്ലെങ്കിൽ കൂടുതൽ സബ്ജക്റ്റ് മാറ്റർ കവർ ചെയ്യാനായിട്ട് സാധിക്കും. Then it reduces the subjective element of the examiner to the minimum. അതായത് ഒരു എക്സാമിനറിനോ
എത്ര എക്സാമിനറോ അത് വാല്യൂ ചെയ്താൽ സെയിം കിട്ടും. അതേപോലെ തന്നെ എക്സാമിനറുടെ ഇതനുസരിച്ച് ആൻസറിൻ്റെ ഇത് ചില സമയത്ത് നമുക്കറിയാം, ഒരു എസ്സേ വായിച്ചു, നമുക്ക് ശരി ഇത് എല്ലാ പോയിൻറ്റും ഉണ്ട്, നന്നായിട്ടുണ്ടെന്ന് തോന്നും. അതേസമയം നമ്മുടെ മൂഡ് ശരിയല്ല, അല്ലെങ്കിൽ വേറൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നല്ലതല്ല എന്ന് തോന്നും. ഒരു സബ്ജക്റ്റിവിറ്റി വരും എസ്സേ ടൈപ്പിലും ഷോർട്ട് ആൻസർ ടൈപ്പിലും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഓൺലി 1 വേർഡ് ആയിരിക്കും ആൻസർ. അപ്പോൾ അതിലൊരു മാറ്റം വരുന്നില്ല. അതുകൊണ്ട് എക്സാമിനറുടെ ഒരു സബ്ജക്റ്റിവിറ്റി ഇവിടെ വരുന്നില്ല. ദ എക്സാമിനർ ഹാസ് നോ ചാൻസ് ടു അപ്ലൈ ഹിസ് പേഴ്സണൽ ലൈക്സ് ഓർ ഡിസ്ലൈക്സ്. It reduces the risk of luck and cramming of expected questions. As a result, there is greater reliability and better content validity. Reliability and content validity ഒക്കെ കൂടാനുള്ള ചാൻസ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് കൂടുതലാണ്. ഇറ്റ് പ്രൊമോട്ട്സ് എക്കോണമി ഓഫ് ടൈം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അല്ലേ. ഇറ്റ് ടേക്സ് ലെസ് ടൈം ടു ആൻസർ ദാൻ ദി ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേ ടൈപ്പ്. Then it eliminates irrelevant factors such as speed of writing, fluency of expression, literary style, good handwriting, neatness, etc. ഇതൊന്നും അതിനെ ബാധിക്കുന്നില്ല. If carefully planned, it can measure the higher mental processes like understanding, application, analysis, prediction and interpretation. നമ്മൾ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊണ്ട് നമുക്കൊരു കുട്ടിയുടെ ലെവൽ ഓഫ് ലേണിംഗ് ഏത് ലെവൽ വരെ പോവാം, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ ലെവൽ, അനാലിസിസ് ലെവൽ, ഇൻ്റർപ്രിറ്റേഷൻ ലെവൽ എല്ലാം നമുക്ക് മെഷർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ എ ഗുഡ് ഐറ്റം റിക്വയർ ടാലൻറ്റ്, ഇമാജിനേഷൻ ആൻഡ് എഫേർട്ട്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എല്ലാ ഡ്രോബാക്കും മാറ്റി വയ്ക്കത്തക്ക രീതിയിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടാലൻറ്റ് വേണം, ഇമാജിനേഷൻ വേണം. ദെൻ പ്രോബ്ലം ഓഫ് ഗെസ് ചെയ്യാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ് അല്ലേ. ഇപ്പോൾ ഓപ്ഷൻസ് 5 നിന്ന് 1 ഗെസ് ചെയ്താൽ മതിയാവും നമുക്ക്. അതേപോലെ ട്രൂ ഓർ ഫോൾസ്, അതും സബ്ജക്റ്റ് മാറ്റർ അറിയാത്ത ആളുകൾക്കും അത് ഗെസ് ചെയ്ത് എഴുതാൻ പറ്റും. ദ പ്രോബ്ലം ഓഫ് ഗെസ്സിങ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ക്യാൻ ബി ഗെസ്ഡ് ഈസിലി. ദ പ്രോബ്ലം ഓഫ് ചീറ്റ് ചെയ്യാം. വേറൊരാളുടെ നോക്കി എഴുതാനായിട്ട് ഒരു വേർഡ് ആകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റും. എസ് ഒന്നും ആണെങ്കിൽ അത്ര ഈസി അല്ല. പ്രോബ്ലം ഓഫ് ചീറ്റിംഗ്, സിൻസ് ദ ആൻസർ ഈസ് എ സിമ്പിൾ നമ്പർ ഓർ എ വേർഡ്, ഇറ്റ് വിൽ ബി ഈസി ടു കോപ്പി. Then emphasis on testing superficial knowledge. ഇത് ആക്ച്വലി ഇൻഡെപ്ത് നോളജ് ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ അത്രത്തോളം സാധിക്കില്ല. അതുകൊണ്ട് ഇത് സൂപ്പർഫിഷ്യൽ നോളജ് ആയിരിക്കും കൂടുതലായിട്ടും എംഫസിസ് ചെയ്യുന്നത്. ടു മച്ച് എംഫസിസ് ഈസ് ക്വൈറ്റ് ഓഫൺ പ്ലേസ്ഡ് ഓൺ ദ റീകോൾ ഓഫ് ഫാക്ച്വൽ നോളജ് വൈൽ ബ്രോഡ് കോൺസെപ്റ്റ്സ് ആർ എക്സ്ക്ലൂഡഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാക്ച്വൽ നോളജ് റീകോൾ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും ഇത് കൂടുതലായിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കാണുന്നത്. അടുത്ത ലിമിറ്റേഷൻ എന്താണ്? ഇൻഎഫിഷ്യൻസി ഇൻ ടെസ്റ്റിംഗ് കോംപ്ലിക്കേറ്റഡ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധാരണ സാധിക്കാറില്ല. ഹൈ പ്രിൻറ്റിംഗ് കോസ്റ്റ്, നിങ്ങൾക്കറിയാം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 10 മാർക്കിൻ്റെ പ്രിൻറ്റ് ചെയ്യാൻ എത്രത്തോളം വേണോ, അതോ 10 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പ്രിൻറ്റ് ചെയ്യാൻ എത്രത്തോളം വേണം. അതിന് വേണമെങ്കിൽ ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ് വേണ്ടി വരും. അതേസമയം നമുക്കൊരു എസ്സേ ടൈപ്പ് ആണെങ്കിൽ 3 ലൈനിൽ, ഒരു എസ്സേ ആണെങ്കിൽ അത് 3 ലൈനിൽ തീർക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് പ്രിൻറ്റിംഗ് കോസ്റ്റ് ഇവിടെ ഹൈ ആണ്. Next one, short answer type test item. A question requiring 3 value points at the most may be defined as a short answer type question. Short answer type question 1 word അല്ല, അത് അറ്റ്ലീസ്റ്റ് 3 points എങ്കിലും വേണം. അതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഷോർട്ടും ആയിരിക്കും. അടുത്ത ഇത് നോക്കാം. The length of the answer expected from a short answer question is very short. ഷോർട്ട് ആൻസർ ആയിരിക്കും അത്, അറ്റ്ലീസ്റ്റ് 3 points ഉണ്ടാവും. This diminishes സബ്ജക്റ്റിവിറ്റി എസ്സേ ടൈപ്പിൻ്റെ അത്രയില്ല, എന്നാൽ ഒബ്ജക്റ്റീവ് ടൈപ്പിനേക്കാളും സബ്ജക്റ്റിവിറ്റി കൂടുതലുമാണ് അല്ലേ. ദെയർ ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് അപ്പോൺ ദ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനേക്കാളും നമുക്ക് കണ്ടൻറ്റ് കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ കൂടുതൽ കണ്ടൻറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലേ. ആൻഡ് ഈച്ച് ഐറ്റം ക്യാൻ ബി സെറ്റ് ടു ടെസ്റ്റ് എ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്. ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവിനെ ടെസ്റ്റ് ചെയ്യാനെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ബിക്കോസ് ഓഫ് ദീസ് റീസൺ എ ഫെയർ പ്രൊപ്പോർഷൻ ഓഫ് സച്ച് ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ ടെസ്റ്റ്. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റിൽ നമ്മൾ ഈ എല്ലാ ടൈപ്പിലുമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനുള്ള കാര്യം അത് തന്നെയാണ്.
Then, suggestion for constructing short answer type of questions. Make questions simple, short and grammatically correct. ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. Then, avoid abstract statement deviating from the main content. മെയിൻ കണ്ടൻറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പാടില്ല. Then, the item should deal with a single item of information. ഏതെങ്കിലും ഒരു സിംഗിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ടൈപ്പുള്ള ആൻസർ ആയിരിക്കണം അത്. ദെൻ മാക്സിമം ലെങ്ത് ഓഫ് ദി എക്സ്പെക്റ്റഡ് ആൻസർ ഷുഡ് ബി പ്രിസൈസ്ലി ഇൻഡിക്കേറ്റഡ്. എത്ര ചിലപ്പോൾ നമുക്ക് പറയാം ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ പറയാറുണ്ട് നമ്മളോട് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ 2 or 3 sentences. അങ്ങനെ കറക്റ്റായിട്ട് ഒരു ഇൻഡിക്കേഷൻ എക്സാമിനിക്ക് കൊടുക്കണം. ദെൻ ഗീവ് ക്ലിയർ സ്പെസിഫിക് ആൻഡ് കംപ്ലീറ്റ് ഡയറക്ഷൻസ്. ഗീവ് ഡ്യൂ കൺസിഡറേഷൻ ടു ദ ടൈം അലോട്ടഡ് ഫോർ ദ ടെസ്റ്റ്. ദെൻ അവോയ്ഡ് സബ്ജക്റ്റീവ് ടേംസ് ലൈക്ക് ഡിസ്കസ്, വാട്ട് ഡു യു തിങ്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, വാട്ട് ഡു യു തിങ്ക്, അതൊക്കെ ഷോർട്ട് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഷോർട്ടായിട്ട് എക്സാമിനിക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള ടേംസ് എല്ലാം ഇതിൽ യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് എന്തെല്ലാം എന്ന് നോക്കാം. എ റിലേറ്റീവ്ലി ലാർജ് പോർഷൻ ഓഫ് ദ കണ്ടൻറ്റ് ക്യാൻ ബി കവേർഡ് ഇൻ എ ടെസ്റ്റ്. Then next one, it is easy to construct because it measures a relatively simple learning outcome. ഇത് ഒരു ഒബ്ജക്റ്റീവ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അത് ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. ഏത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് പ്രൊവൈഡ് ലിറ്റിൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഗെസ്സിങ് ആസ് ദ എക്സാമിനി ഈസ് റിക്വയർഡ് ടു സപ്ലൈ സ്പെസിഫിക് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് 3 points ഉണ്ടാവും. ആ സ്പെസിഫിക് ഇൻഫർമേഷൻ എക്സാമിന് കൊടുക്കണം. അപ്പോൾ ഗസ് വർക്കിനുള്ള ചാൻസ് ഇവിടെ കുറവാണ്. Then it can be made quite objective by carefully fixing up the value points. കറക്റ്റായിട്ട് വാല്യൂ പോയിൻറ്റ് ഫിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സബ്ജക്റ്റിവിറ്റി ഏറ്റവും കുറച്ച് നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. Then, if carefully prepared, deep level objectives like understanding, application and problem solving skills can be evaluated. നമ്മൾ കെയർഫുള്ളായിട്ട് അത് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിലും അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ലെവലിൽ വരെ നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഇതിൽ കുട്ടി ഇൻ്റർപ്രിറ്റ് ചെയ്യണേ, എങ്ങനെ അത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു, അതെല്ലാം നമുക്ക് മെഷർ ചെയ്യുന്ന രീതിയിലും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് നോക്കാം. ഇറ്റ് ഈസ് മോർ സബ്ജക്റ്റീവ് ദാൻ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ഐറ്റം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റത്തിനേക്കാളും സബ്ജക്റ്റീവ് ആയിരിക്കും ഈ ഷോർട്ട് ആൻസർ ടൈപ്പ്. അവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. മോസ്റ്റ് സബ്ജക്റ്റീവ് അല്ല, മോർ സബ്ജക്റ്റീവ് ആണ്. Its excessive use may encourage a student to memorize facts and develop poor study habits. കുറേയൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പും ബൈ ഹാർട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇത് കൂടുതലായിട്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കുട്ടികളെ അതിന് നമ്മൾ എൻകറേജ് ചെയ്യുന്ന പോലെ ആവും. മെക്കാനിക്കൽ സ്കോറിംഗ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദ സബ്ജക്റ്റിവിറ്റി ഇൻവോൾവ്. ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അതേപോലെ വേറെ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഒരു മെക്കാനിക്കൽ സ്കോറിംഗ് ഇതിൽ പോസിബിൾ അല്ല. ഇനി അടുത്തതാണ് എസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം. ആൻഡ് എസ് എ ടൈപ്പ് ടെസ്റ്റ് ഐറ്റം ഈസ് എ ഫ്രീ റെസ്പോൺസ് ഐറ്റം. നമ്മൾ ആദ്യം പറഞ്ഞു ഷോർട്ട് ആൻസർ ടൈപ്പ്, അതും ഫ്രീ റെസ്പോൺസ് ടൈപ്പാണ്. എസ് എയും ഫ്രീ റെസ്പോൺസ് ടൈപ്പാണ്. കാരണം എക്സാമിനിയുടെ അനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു കുട്ടി എഴുതണേ അതേപോലെ ആയിരിക്കില്ല അടുത്ത കുട്ടി എസ് എ എഴുതുന്നത്. Then the examinee is free to give answers of a question as he likes. It has long answers covering a number of points and a variety of objectives. രണ്ടോ അതിലധികമോ ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യുന്ന രീതിയിലും അതേപോലെ തന്നെ കൂടുതൽ പോയിൻറ്റ്സ് കവർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും എസ് എ. ദിസ് item helps in evaluating complex skills and other similar behavioral pattern. The essay type is the only means to evaluate people's ability to express facts in an organized manner, to assimilate and organize subject matter, to reason logically, to invite individual opinion and criticism. ഇതെല്ലാം ഒരു കുട്ടി എസ്സേ എഴുതുന്ന രീതി നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഗുഡ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യൂഷ്വലി ടു ജനറലും ആയിരിക്കില്ല, അതേപോലെ തന്നെ ടു സ്പെസിഫിക്കും ആയിരിക്കില്ല. അതായത് ജനറലായിട്ട് എന്ത് ഉത്തരവും പറയാവുന്ന രീതിയിലും ആയിരിക്കരുത്, അതേപോലെ സ്പെസിഫിക്കായിട്ട് ഒരു ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ ആ രീതിയിലും ആയിരിക്കരുത്. ഓക്കെ.
ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആർ ഈസി ടു പ്രിപ്പയർ. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കൺസ്ട്രക്ടർക്ക് അത് ഈസിയാണ്. ദ മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രിങ് ദിസ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇസ് സിമ്പിൾ. ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഈസിയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പിനേക്കായി ഇപ്പോൾ ബോർഡിലായാലും നമുക്കൊരു എസ് എഴുതിയിട്ടു ഇത്ര മാർക്കിൻ്റെ കുട്ടികൾ എഴുതും അല്ലേ. അപ്പോൾ അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും അതേപോലെ തന്നെ എളുപ്പമാണ്. Then essay type is quite useful in measuring certain very important abilities of the child. ആ ഇമ്പോർട്ടൻ്റ് എബിലിറ്റി ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ എങ്ങനെ ആ കുട്ടി വിഷ്വലൈസ് ചെയ്യുന്നു, എങ്ങനെ ലാംഗ്വേജ് എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Essay type item permit the examinee to write down comprehensively what he knows about something. കോംപ്രിഹെൻസീവായിട്ട് പ്രിസൈസായിട്ട് അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ഒരു അറിയുന്ന കാര്യത്തെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് ഒരു കുട്ടിക്ക് എഴുതാനായിട്ട് പറ്റും. ദേ പ്രൊമോട്ട് ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. The examinee can give his answers uninhibited by control. ഒരു ഇൻഹിബിഷനും ഇല്ലാതെ കുട്ടിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും എസ് എ ടൈപ്പ്. ദ പോസിബിലിറ്റി ഓഫ് ഗസ് വർക്ക് ക്യാൻ ബി എലിമിനേറ്റഡ്. ഇവിടെ ഗസ് വർക്ക് അല്ല നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗസ് വർക്കിൻ്റെ ആ ഒരു ഡ്രോബാക്ക് ഇതിൽ നിന്ന് എസ് എ ടൈപ്പിൽ കാണാറില്ല എന്ന് തന്നെ പറയാം. ഇനി കുറച്ച് അഡ്വാൻറ്റേജസും കൂടെ നോക്കാം. ദേ പ്രൊമോട്ട് ഒറിജിനാലിറ്റി ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. ദേ റിഡ്യൂസ് ദ ചാൻസ് ഓഫ് ഓൺ ദ സ്പോട്ട് കോപ്പിയിങ്. കോംപ്രിഹെൻഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ആസ് എ ഹോൾ ഈസ് എൻകറേജ്ഡ്. കോംപ്രിഹെൻഡായിട്ട് പഠിച്ച കാര്യങ്ങൾ എഴുതാനായിട്ടുള്ളൊരു ചാൻസ് കുട്ടിക്ക് ഇവിടെ കിട്ടുന്നു. ഇനി ലിമിറ്റേഷൻസ് നോക്കാം. ദേ ആർ സബ്ജക്റ്റീവ് ബൈ നേച്ചർ. നമുക്കറിയാം ഷോർട്ട് ആൻസർ ടൈപ്പിനേക്കാളും സബ്ജക്റ്റിവിറ്റി ഇതിൽ കൂടുതലായിരിക്കും. അതെങ്ങനെയാണ്? പല എക്സാമിനർ നോക്കുമ്പോൾ ഒരു എസ് എക്ക് ഇടുന്ന മാർക്ക് പലതാവാം, കുറച്ച് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം, ഇൻഡിവിജ്വൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ അനുസരിച്ച്. അതുകൊണ്ട് സബ്ജക്റ്റിവിറ്റി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനേക്കാളും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനേക്കാളും എല്ലാം ഇവിടെ കൂടുതലാണ്. ഈവൻ ദോ ദ സെയിം എക്സാമിനർ വാല്യൂ ദ സെയിം ആൻസർ ടോയ്സ്, ദ സ്കോർ മേ ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഒരു സെയിം എക്സാമിനർ ആയാലും പല സമയത്ത് വാല്യൂ ചെയ്താലും ചിലപ്പോൾ കുറച്ച് വ്യത്യാസം എല്ലാം മാർക്കിങ്ങിൽ കാണാൻ സാധിക്കും ഇവിടെ. ദേ കനോട്ട് കോംപ്രിഹെൻസീവ്ലി കവർ ദ കണ്ടൻറ്റ്. കുറേ കണ്ടൻറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കണ്ടൻറ്റ് കവർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു എസ്സേയുടെക്ക് ഒരു ടോപ്പിക്കായിരിക്കും മിക്കവാറും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആക്ച്വലി ഒരു 3 hours ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര എസ്സേ, ഒരു 5 എസ്സേ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 5 ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതേസമയം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ എൻ്റെയർ ടോപ്പിക്കും സിലബസും കവർ ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കറിയാം ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂഷ്വലി അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ അത് എത്രയോ എൻ്റെയർ സിലബസ്, ഒരു ഹ്യൂജ് സിലബസ് കവർ ചെയ്തായിരിക്കും യൂഷ്വലി ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ എസ് എക്ക് ആകുമ്പോൾ നമുക്ക് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്. Then, through essay type items, proper evaluation of the specific abilities of the students cannot be made. കറക്റ്റായിട്ട് ഒരു കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യാൻ എസ് എ ടൈപ്പ് മാത്രം ഉപയോഗിച്ച് നമുക്ക് പറ്റില്ല. Then, students are encouraged to read cheap notes and ready-made answers instead of trying to gain knowledge through self-study. അവർ തന്നെത്താനെ പഠിക്കാതെ എസ് എ ടൈപ്പ് മാത്രമാണെങ്കിൽ വരാൻ ചാൻസുള്ള എസ്സേകൾ മാത്രമായിട്ട് അവർ ബൈ ഹാർട്ട് ചെയ്ത് ചീപ്പ് സ്റ്റഡി മെറ്റീരിയലൊക്കെ വെച്ച് പഠിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. മോർ സ്ട്രെസ് ഈസ് ഓൺ മെമ്മറൈസേഷൻ റാദർ ദാൻ റിഫ്ലക്റ്റീവ് തിങ്കിങ്. റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിനേക്കാളും മെമ്മറൈസേഷന് ഒരു സ്ട്രെസ് കൊടുക്കണ പോലെയും വരും. Since the number of item is limited, there is an element of chance. അപ്പോൾ നമുക്കറിയാം സാധാരണ എസ് എ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എസ് എ ടൈപ്പ് മാത്രമേ ഉള്ളൂവെങ്കിലോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് കുട്ടികൾ പഠിക്കുകയുള്ളൂ അല്ലേ. ദിസ് ലീഡ്സ് ടു സെലക്റ്റീവ് സ്റ്റഡി ഓൺ ദ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് വിച്ച് ഈസ് നോട്ട് റിലയബിൾ. However, the objectivity of essay type questions can be improved with the proper care and scientific planning. നമുക്കന്ന് ഈ സബ്ജക്റ്റിവിറ്റി കുറച്ച് ഒബ്ജക്റ്റിവിറ്റി കൂട്ടിയെടുക്കാം. എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് സയൻറ്റിഫിക്കലി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ. Then, precise scheme of valuation should be prepared and strictly followed at the time of evaluation. അതേപോലെ തന്നെ ടൈം ഓഫ് ഇവാലുവേഷന് വാല്യൂ പോയിൻറ്റ്സ് കൊടുക്കുക. ഇത്ര പോയിൻറ്റ്സ് ഉള്ളതിന് ഈ ഒരു പോയിൻറ്റിന് 1 മാർക്ക്. അപ്പോൾ ഒരു ടോട്ടൽ എസ്സേയുടെ മാർക്ക് 10 അല്ലെങ്കിൽ 5 ആണെങ്കിൽ ഒരു പോയിൻറ്റിന് 1/2 മാർക്ക്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ പോയിൻറ്റ് ഷീറ്റ് ഉണ്ടാക്കുക ബിഫോർ ഇവാലുവേഷൻ. അപ്പോൾ ആ ഇവാലുവേഷനിൽ വരുന്ന സബ്ജക്റ്റിവിറ്റിയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ കണ്ടു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് ഐറ്റം 2 തരത്തിലുണ്ട്. ഫ്രീ റെസ്പോൺസ് ടൈപ്പും ഉണ്ട്, ലിമിറ്റഡ് റെസ്പോൺസ് ടൈപ്പും ഉണ്ട്. സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് റെസ്പോൺസ് ടൈപ്പാണ്. പക്ഷേ ഷോർട്ട് ആൻസർ ടൈപ്പ് ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്താണ്, ഫ്രീ റെസ്പോൺസ് ടൈപ്പാണ്. അതായത് എക്സാമിനിയുടെ ഇഷ്ടമനുസരിച്ച് എക്സാമിനിക്ക് റെസ്പോൺസ് കൊടുക്കാനുള്ള ഒരു ചാൻസ് ഏതിലുണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പിലും എസ്സേ ടൈപ്പിലും ഉണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റ് ഐറ്റത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിടണേ.